ഒരുപാട് ജാമ്യാപേക്ഷയിലെ വിധികൾ, ഒരുപാട് മറ്റ് ജഡ്ജ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ പത്രികയിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത് വിചിത്രമായ ഒരു ജാമ്യ വിധിയാണ്. അത് കോർട്ട് ഓഫ് സ്പെഷ്യൽ ജഡ്ജ് NIA ആക്ട് ബിലാസ്പൂർ, ഛത്തീസ്ഗഡ്. കാര്യം മനസ്സിലായി കാണുമല്ലോ. പ്രിസൈഡിങ് ഓഫീസർ എന്ന് വെച്ചാൽ ജഡ്ജ് സിറാജുദ്ദീൻ ഖുറേഷി. അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ രണ്ട് കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ എത്തുന്നത്. പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ 19 വയസ്സുള്ള സുഖ്മാൻ മാണ്ഡവി. ഇതിൽ സുഖ്മാൻ മാണ്ഡവി മാത്രമാണ് ഛത്തീസ്ഗഡുകാരൻ കേട്ടോ. ഈ കന്യാസ്ത്രീമാരുടെ മേൽവിലാസം ഒരാളുടെ കൊടുത്തിരിക്കുന്നത് പ്രീതി മേരി, ഡിസ്ട്രിക്ട് ഡിൻഡോരി, മധ്യപ്രദേശ്. അവരുടെ ഏതോ AM സദൻ ദുഹാനിയ എന്നൊക്കെ പറഞ്ഞ് വേറെ ഇത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും മധ്യപ്രദേശാണ് അവരുടെ സ്ഥലം. വന്ദന ഫ്രാൻസിസ്, റെസിഡൻ്റ് ഓഫ് ഫാത്തിമ ഹോസ്പിറ്റൽ, സിവിൽ ലൈൻ, ആഗ്ര, ഉത്തർപ്രദേശ്. ഇവരാണ് ഉത്തർപ്രദേശുകാർ. മലയാളികളാണ് രണ്ടുപേരും. പക്ഷേ പെർമനൻ്റ് അഡ്രസ്സ് അവർ കൊടുത്തിരിക്കുന്നത് ഇതാണ് കോടതിയിൽ. ഇവരുടെ കൂടെയുള്ള 19 വയസ്സുകാരൻ ചെറുക്കൻ സുഖ്മാൻ മാണ്ഡവി, അവൻ മാത്രമാണ് നാരായൺപൂർ ഡിസ്ട്രിക്ട്, ഛത്തീസ്ഗഡിൽ നിന്നുള്ളത്. ഇവർ കുഴപ്പക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒരുപാടുണ്ട്. എവിടെ വെച്ച് അറസ്റ്റ് ചെയ്തു, എന്തിന് അറസ്റ്റ് ചെയ്തു, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. A complaint was made by one Ravi Nigam, son of Sri Pradeep Nigam, that 3 girls who are resident of Narayanpur was being brought by one boy and handed over to 2 nuns and were being taken to Agra. ഇതാണ് സംഗതി. 3 പെൺകുട്ടികളെയും കൊണ്ട് ഈ ചെറുപ്പക്കാരൻ, ആര്, സുഖ്മാൻ മാണ്ഡവി, റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. അവിടെ കന്യാസ്ത്രീകളുണ്ട്. ആഗ്രയ്ക്ക് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെ ഇവരെ ഏൽപ്പിക്കുന്നു, ക്രിസ്ത്യാനികളെ. ഇത് കണ്ട ബജറംഗദളുകാരനാണ്. അത് മറച്ചു വയ്ക്കേണ്ടല്ലോ. അയാളാണ് രവി നിഗം. കാരണം ആ ഭാഗത്ത് ഈ മതപരിവർത്തനവും പിന്നെ ഓരോ വീട്ടുജോലിക്കായിട്ട് നേഴ്സാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആളുകളെ കടത്തിക്കൊണ്ട് പോകലും ഒക്കെ പതിവാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ജോലിക്കൊക്കെ വരുന്നവരില്ലേ, ഇവരൊക്കെ ഏകദേശം ഇങ്ങനെ വരുന്നവരാണ്. മതപരിവർത്തനം ചെയ്തവരോ ചെയ്യാത്തവരോ ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ ഏജൻറ്റുമാർ കൊണ്ടുവരുന്നതാണ്. ഇവർക്കൊക്കെ ഒരു ഏജൻസിയുണ്ട്, അല്ല വെറുതെ വരുന്നവരൊന്നുമല്ല. അപ്പോൾ ഇത്തരം ഒരു കലാപരിപാടിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത്, അഥവാ നടന്നത് എന്ന് രവി നിഗം സംശയിച്ചതും പോലീസിനെ അറിയിച്ചതും അയാളുടെ പരാതിയുടെ പുറത്താണ് ഇവരുടെ പേരിൽ കേസെടുത്തത്. അപ്പോൾ ഇവരുടെ വാദം അങ്ങനെയല്ല, ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളൊന്നും അറിഞ്ഞതല്ല, ഇവർ പ്രായപൂർത്തിയായ ആൾക്കാരാണ്, ഞങ്ങളെ വെറുതെ ഉപദ്രവിക്കാനായിട്ട് ഈ കക്ഷി അനാവശ്യമായിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. സാധാരണഗതിയിൽ കോടതിയിൽ പറയുന്നതൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ല, കേട്ടില്ല, ഞാൻ പാവമാണെന്ന്, എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞുള്ള. അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണം. അതിനുവേണ്ടി അത് ജാമ്യത്തിൻ്റെ കണ്ടീഷൻസ് എന്താണെങ്കിലും I shall abide by any conditions imposed by this court. പറയുന്ന കാര്യം മുഴുവൻ അനുസരിച്ചോളാം. ഇത് കഴിഞ്ഞ് ലേണഡ് അഡ്വക്കേറ്റ് ഫോർ ദ ഒബ്ജക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രവി നിഗം എന്ന പരാതിക്കാരൻ, അയാളുടെ വക്കീൽ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നു. ഹാസ് ഓൾസോ റേസ്ഡ് ഒബ്ജെക്ഷൻസ് അലീജിങ് അല്യൂർമെൻറ്റ് ഓഫ് ഗേൾസ് ഫോർ റിലീജിയസ് കൺവേർഷൻ ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് and expressing concerns about absconsion due to the applicants being resident of Kerala. കേരളത്തിലെ ആളുകളാണ് ഈ 2 കന്യാസ്ത്രീമാർ. അതുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുത്താൽ ഇവർ മുങ്ങിക്കളയും. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്, ഇവരിത്തരം കുഴപ്പമൊക്കെ കാണിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് പരാതിക്കാരൻ്റെ വക്കീൽ വാദിച്ചു. വാസ്തവത്തിൽ സാധാരണഗതിയിൽ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരന് വക്കീൽ വയ്ക്കാറുമില്ല. കോടതി ജനറലി അനുവദിക്കാറില്ല. ജനറലി
ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലൂടെ പറഞ്ഞത്, ആരുടെയെങ്കിലും പരാതിയുടെ പുറത്തുള്ള FIR ആണെങ്കിൽ അതിലെ കക്ഷിക്ക് ജാമ്യം കൊടുക്കുമ്പോൾ പരാതിക്കാരന് കൂടെ കേൾക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ക്രിമിനൽ കേസ് സ്റ്റേറ്റാണ് നടത്തുന്നത്, അതായത് സംസ്ഥാനങ്ങളാണ് ക്രിമിനൽ കേസ് നടത്തുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സംസ്ഥാനത്തിൻ്റെ കേസാണ്. പരാതിക്കാരൻ്റെ റോൾ അവിടെ കഴിഞ്ഞു. പിന്നെ കേസ് വിസ്താരണത്തിന് വിചാരണയുടെ സമയത്ത് പരാതിക്കാരനെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ ആരായിയൊക്കെ ചെയ്യാം. ഇതല്ലാതെ പരാതിക്കാരന് വലിയ റോളില്ല. സുപ്രീം കോടതി പറഞ്ഞു അത് ശരിയല്ല, പരാതിയുടെ പുറത്തല്ലേ കേസെടുത്തത്, അപ്പോൾ ജാമ്യം കൊടുക്കാൻ നേരത്ത് പരാതിക്കാരനെ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കോടതികൾ ഇത് അനുവദിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ, മതിയല്ലോ, അയാൾ ജാമ്യാപേക്ഷ എതിർക്കുമല്ലോ. ഇതാണ് പോലീസാണ് അവരുടെ ഭാഗം ന്യായീകരിക്കേണ്ടത്, അതിനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉള്ളത്, അയാൾ അത് വാദിച്ചോളും. ബട്ട് ഇവിടെ ലേണഡ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഫോർ NIA പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാവ് റേസ്ഡ് ഫോർമൽ ഒബ്ജെക്ഷൻ. ഫോർമൽ ഒബ്ജെക്ഷൻ എന്ന് വെച്ചാൽ അതൊരു ലീഗൽ ടേം അല്ല. ഫോർമൽ ഒബ്ജെക്ഷൻ റേസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഏർപ്പാട് കോടതിയിലില്ല. പിന്നെ എന്തുകൊണ്ട് ജഡ്ജി ഇങ്ങനെ എഴുതി? അയാൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അല്ല, അത് ജാമ്യം കൊടുത്താൽ കുഴപ്പമാകും കേട്ടോ, കുഴപ്പമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ കുഴപ്പം? അല്ല, അങ്ങനെ തോന്നി അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ തപ്പിത്തളഞ്ഞ് പറയുന്നതാണ് ഫോർമൽ ഒബ്ജെക്ഷൻ. ഈ കേസിൽ ഇങ്ങനെ ഒരു ഫോർമൽ ഒബ്ജെക്ഷൻ മാത്രം റേസ് ചെയ്യാൻ പ്രോസിക്യൂട്ടറെ പ്രേരിപ്പിച്ചത് എന്താണ്? അത് BJP ആണെങ്കിലും ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ, അദ്ദേഹം ഇടപെട്ടതാണെങ്കിലും അത് നിയമവിരുദ്ധമാണ്, അങ്ങനെ ഇടപെട്ട് കൂടാത്തതാണ്. നിയമവാഴ്ചയിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നത് എങ്ങനെയാണ്? പോലീസിൻ്റെ കേസ് അന്വേഷണത്തിൽ ഈ പറഞ്ഞ പോലെ മന്ത്രിമാരൊക്കെ ഇടപെടുന്നുണ്ട്, അയാളെ അറസ്റ്റ് ചെയ്യില്ല അല്ലെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവാം. ബട്ട് ഇതൊക്കെ നിയമവിരുദ്ധമാണ്. ഇവിടെ എല്ലാവരും കൂടി TV-യിലാണ് പറയുന്നത്, അമിത്ഷാ ഇങ്ങനെ പറഞ്ഞു, അമിത്ഷാ അങ്ങനെ പറഞ്ഞു, അമിത്ഷാ വാക്ക് തന്നു, ഇങ്ങനെയൊക്കെ. പക്ഷേ അമിത്ഷാ നേരിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. എനിക്കതുകൊണ്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ സംഭവിക്കുന്നത് കോടതി, പ്രോസിക്യൂട്ടർ ഇവരൊക്കെ വല്ലാത്ത പ്രഷറിലാകുന്നു അല്ലേ? ഇവർ മോദിയെ പോയി കണ്ടിരിക്കുന്നു, അമിത്ഷായെ കണ്ടിരിക്കുന്നു, ഇനി അത് വെച്ച് വല്ല ഏടാകൂടം ഉണ്ടാക്കി നമ്മൾ കുഴപ്പത്തിലാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ പതുക്കെ നിശബ്ദരാകുന്നു. അതാണ് ഈ പ്രോസിക്യൂട്ടർക്ക് സംഭവിച്ചത്. ഒരുപക്ഷെ കോടതി ജഡ്ജിക്ക് പോലും അത് സംഭവിച്ച് കാണാൻ വലിയ ബഹളമൊക്കെയാണ്. നമ്മളിനി ജാമ്യം കൊടുത്തില്ലേ, എല്ലാവരും കൂടെ എൻ്റെ തലയിൽ കുതിര കയറും. അദ്ദേഹമാണെങ്കിൽ മുസ്ലിം, ജാമ്യം കൊടുക്കേണ്ടത് ക്രിസ്ത്യാനിക്ക്, കൊടുത്തില്ലെങ്കിൽ അതിന് വേറൊരു വർഗീയ ആംഗിൾ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ മനുഷ്യരെ കുഴപ്പത്തിലാക്കിയിട്ട് വാങ്ങിയ ജാമ്യത്തിന് ഞാൻ വിളിക്കുന്ന പേര് രാഷ്ട്രീയ ജാമ്യം എന്നാണ്. എന്ത് വാങ്ങിക്കോട്ടെ, ആഫ്റ്റർ ഹിയറിങ് ബോത്ത് സൈഡ്സ് ഈ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ഉദ്ധരിക്കുന്നു. സുപ്രീം കോടതിയുടെ 10,000 ജഡ്ജ്മെൻറ്റ് ബെയിൽ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാം, 10,005 ജഡ്ജ്മെൻറ്റ് ബെയിൽ നിഷേധിക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് സുപ്രീം കോടതി ബെയിൽ കൊടുക്കുമ്പോൾ അതിനൊരു ന്യായം ഉണ്ടാകും, ബെയിൽ നിഷേധിക്കുമ്പോൾ അതിന് ന്യായം ഉണ്ടാകും. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ആവശ്യം അതെടുത്ത് ഉപയോഗിക്കാം. ഇദ്ദേഹവും അങ്ങനെ 3, 4, 5 കേസ്, വലിയ ഘടാഘടിയൻ P. ചിദംബരം വേഴ്സസ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെൻറ്റ്, ഇതുപോലെയൊക്കെയുള്ള ജഡ്ജ്മെൻ്റൊക്കെ എടുത്ത് ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദ FIR ഈസ് പ്രൈമറിലി ബേസ്ഡ് ഓൺ എ മിയർ അപ്രഹെൻഷൻ ആൻഡ് സസ്പീഷൻ ഓഫ് കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ് ബൈ ദ അക്യൂസ്ഡ് പേഴ്സൺസ്. ഈ FIR ഇട്ടിരിക്കുന്നത് ആശങ്കകളുടെയും സംശയത്തിൻ്റെയും പേരിലാണ്. അതിൽ സത്യം ഉണ്ടാകാം, ഇല്ലെന്ന് ജഡ്ജി പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ആശങ്കയുടെയും സംശയത്തിൻ്റെയും പേരിലാണ് FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ തടസ്സമില്ലല്ലോ. ഒരാളെ സംശയിച്ച് നിങ്ങൾ അറസ്റ്റ് ചെയ്തു, അയാൾക്ക് ജാമ്യം കൊടുക്കാമല്ലോ, ജയിലിലിടേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല കസ്റ്റഡി ഇവർ ചോദിക്കുന്നുമില്ല. പോലീസുകാർ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ ഞങ്ങൾക്ക് ഇവരെ ചോദ്യം ചെയ്യാനുണ്ട്, കസ്റ്റഡിയിൽ കിട്ടണം എന്നൊന്നും പറയുന്നുമില്ല. ഈ ഫോഴ്സ്ഡ് കൺവേർഷൻ, തട്ടിക്കൊണ്ടുപോകൽ,
ഇതൊക്കെ ആരോപണമായിട്ട് നിൽക്കുന്നു. മറ്റവരാണെങ്കിൽ പറയുന്നു ഞങ്ങളെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, ഞങ്ങൾ സ്വമേധയാ പോയവരാണ്, ഞങ്ങൾക്ക് പ്രായപൂർത്തിയായി, ഇനിയിപ്പോൾ പ്രായപൂർത്തിയായോ ഇല്ലെന്നൊക്കെ ഇതൊക്കെ വിചാരണയുടെ സമയത്തേ വരുള്ളൂ. പ്രായപൂർത്തിയായി എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ ഒന്നും പോരാ, മൊഴി തന്നിട്ടുണ്ട് അയാൾ പ്രായപൂർത്തിയായി എന്നൊക്കെ പറഞ്ഞ് ടി വിക്കാർ കാണിക്കുന്നില്ലേ. അത് വെറുതെ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഇത് ഛത്തീസ്ഗഡിലെ പെൺകുട്ടിയാണെന്ന് ആർക്കറിയാം. എനിക്ക് പ്രായപൂർത്തിയായി, ഞാൻ സ്വമേധയാ പോയതാണ്, അതോടെ കേസ് തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ടി വിയിൽ വലിയ ബഹളമൊക്കെ നടക്കുന്നു. പക്ഷേ കോടതിയിൽ ഇത് നടക്കില്ല. കോടതിയിൽ ഈ ടി വിക്കാരെ നോക്കിയിട്ടൊന്നുമല്ല അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജഡ്ജ് ഇവർക്ക് ബെയിൽ കൊടുക്കാൻ തീരുമാനിച്ചു. കണ്ടീഷണൽ ബെയിലാണ്. 50,000 രൂപ വിത്ത് 2 ഷുവർട്ടീസ് ഓഫ് ദ ലൈക്ക് സം, 50,000 രൂപയും തത്തുല്യമായ ആൾജാമ്യവും. അതുകൂടാതെ ദ ആപ്ലിക്കൻ ഷാൽ നോട്ട് ലീവ് ദ ഇന്ത്യ വിത്തൗട്ട് ലീവ് ഓഫ് ദിസ് സ്പെഷ്യൽ കോർട്ട്. ഈ NIA കോടതിയുടെ അനുവാദമില്ലാതെ ഇന്ത്യ വിട്ട് പോകാൻ പാടില്ല. ദ ആപ്ലിക്കൻ ഷാൽ സറണ്ടർ ദെയർ പാസ്പോർട്ട്സ് വിത്ത് ദ സ്പെഷ്യൽ കോർട്ട് ഡ്യൂറിങ് ദ പീരീഡ് ദേ റിമെയിൻ എൻലാർജ്ഡ് ഓൺ ബെയിൽ. അപ്പോൾ ജാമ്യത്തിൽ നിൽക്കുന്നിടത്തോളം കാലം പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്യണം. അപ്പോൾ ഇവർക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉണ്ടെങ്കിൽ സറണ്ടർ ചെയ്യണമെന്നാണ്. ഇഫ് ദേ പൊസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ആപ്ലിക്കൻ ഷാൽ ഇൻഫോം ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഓഫ് NIA ദ അഡ്രസ് വെയർ ദേ ഷാൽ റിസൈഡ് ഡ്യൂറിങ് ദ പീരീഡ് ദേ റിമെയിൻ എൻലാർജ്ഡ് ഓൺ ബെയിൽ. ജാമ്യത്തിലുള്ളപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് NIAക്ക് അറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കണം. ദ ആപ്ലിക്കൻ ഷാൽ മേക്ക് ദംസെൽസ് അവൈലബിൾ ഫോർ ഇൻട്രോഗേഷൻ ഇൻ ദ കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. ആവശ്യപ്പെടുമ്പോഴെല്ലാം ചോദ്യം ചെയ്യാനായിട്ട് ഹാജരാവണം. ദ ആപ്ലിക്കൻ ഷാൽ നോട്ട് ടാമ്പർ വിത്ത് ദ എവിഡൻസ് ഓർ അറ്റംപ്റ്റ് ടു ഇൻറ്റിമിഡേറ്റ് ഓർ ഇൻഫ്ലുവൻസ് ദ വിറ്റ്നസ്. ഇത് സാധാരണ എഴുതുന്നതാണ്. അത് സാക്ഷികളെ സ്വാധീനിക്കാനോ പിടിക്കാനോ ഒന്നും പോകരുത്. ദ ആപ്ലിക്കൻ ഷാൽ നോട്ട് ഗിവ് എനി പ്രസ് ഇൻ്റർവ്യൂസ് നോർ മേക്ക് എനി പബ്ലിക് കമൻറ്റ് ഇൻ കണക്ഷൻ വിത്ത് ദിസ് കേസ് ക്വാ ദം ഓർ അതർ കോ അക്യൂസ്ഡ്. അവനവനെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ ഈ കേസിനെ പറ്റിയോ മീഡിയയിൽ പ്രിൻറ്റോ വിഷ്വലോ ഒരു പ്രസ്താവനയോ ചർച്ചയോ സംഗതിയോ നടത്തിക്കൂടാ. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ കന്യാസ്ത്രീകളുടെ ദൂരെ നിന്നുള്ള വിഷ്വൽസൊക്കെ കാണിച്ച് ടി വിക്കാർക്ക് പറഞ്ഞു. അല്ലെങ്കിൽ ടി വിക്കാരെന്തായിരിക്കും ചെയ്യുക? ഇപ്പം തന്നെ ഇവർ നിരപരാധികളാണെന്നുള്ള മട്ടിലാണ് തുള്ളിച്ചാട്ടം. ഈ ജാമ്യം കിട്ടുന്ന ഒരാൾക്ക് കേസിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നിരപരാധിയാകുന്നത് എങ്ങനെയാണ്? ജാമ്യമാണ്. തൽക്കാലം നിങ്ങൾ ജയിലിൽ കിടക്കണ്ട, കേസിൻ്റെ വിചാരണ തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത കണ്ടീഷൻസ് ഇട്ടാണ് ഈ ജാമ്യം കൊടുത്തിരിക്കുന്നത്. രാജ്യം വിടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറിമാർക്ക് അവരുടെ പ്രാണം പോകുന്ന പോലെയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് പ്രാണവായു അവർ സംഭരിക്കുന്നത് രാജ്യത്തിന് പുറത്തു നിന്നാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇത് അപൂർവമായ ഒരു ബെയിൽ എന്ന് പറയാൻ കാര്യം ഈ പ്രോസിക്യൂട്ടറുടെ ഫോർമൽ ഒബ്ജെക്ഷൻ റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ്. പേരിന് മാത്രം എതിർക്കുക എന്നുള്ള പ്രോസിക്യൂട്ടറിൻ്റെ പണി അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് ചെയ്തുകൂടായിരുന്നു. ഇതൊരു പ്രസിഡൻ്റായിട്ട് എടുത്തു എന്ന് വയ്ക്കുക. മറ്റ് കേസിലും ഇതുപോലെ ബഹളം വെച്ച് ജാമ്യം കൊടുപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നിയമവാഴ്ചയ്ക്ക് നല്ലതാണോ എന്നാലോചിക്കുക. രാഷ്ട്രീയ ജാമ്യം ആരെയും എങ്ങും കൊണ്ടെത്തിക്കുന്നില്ല. രാഷ്ട്രീയം മാറിക്കഴിയുമ്പോൾ ഇതിൻ്റെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മിക്കുന്നത് നല്ലതാണ്. താങ്ക് യു.